Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നമ്മൾ കളക്റ്റീവ് ആയിട്ട് നോക്കുകയാണ്. സോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. ആൻഡ് what you need to hear right now. What you need to hear right now. സോ ഒരു ഗ്രേറ്റ് അവേക്കനിങ് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. പല ആളുകൾക്കും പല പല സിറ്റുവേഷനിലായിരിക്കാം. ചില ആളുകൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത്സ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു അവേക്കനിങ് സംഭവിക്കുന്നത് സ്പിരിച്വൽ ലെവലിലാണ്. ഓക്കെ, സോ വളരെ ഇന്റൻസ് ആയിട്ടുള്ളതും വളരെ റെയർ ആയിട്ടുള്ളതും ഒരു ഡിഫറെന്റ് പാത്തിലേക്ക്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡിഫറെന്റ് പാത്തിലേക്ക് കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്. ഇറ്റ്സ് ലൈക്ക് ഒരു ടൈമിൽ നിങ്ങൾ ഒരു ഷെല്ലിനകത്തായിരുന്നു ഇത്ര കാലം, ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? ഹോപ്പ്, ലൈഫിനോടുള്ളൊരു ഹോപ്പ്, അല്ലെങ്കിൽ വീണ് കിടക്കുന്നിടത്ത് നിന്ന് എണീറ്റ് വരാനുള്ള ഒരു ക്രേവ്, ഒരു എക്സൈറ്റ്മെന്റ്, ഒരു ആവേശം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾ ഹൈലി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു പവർ, സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഒരു ഹോപ്പ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ എണീക്കുന്ന സമയത്ത് എല്ലാവരും എണീക്കുന്ന പോലത്തെ ഒരു ചേഞ്ച് നിങ്ങളുടെ ഡീപ് സെൽഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഇന്നർ സെൽഫ്, ഒരു നിങ്ങളുടെ സോളിന് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ സോൾഫുൾ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒരു സോളിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ, ഒരുപാട് ഹോപ്പ്, നിങ്ങളുടെ സോൾ ഒരുപാട് നിങ്ങളോട് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന ചില കാര്യങ്ങള് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ചില വിധികൾ നിങ്ങൾ തിരുത്തി എഴുതുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു സൈക്കിക് പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ പവർ നിങ്ങൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി തിരുത്തി എഴുതുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ക്രിയേറ്റർ ആവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ചില റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഡീപ്പ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം, അതാണ് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാവുന്നത്. ചില കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങളെ പറ്റി കൂടുതൽ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങളെ അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു പുതിയ യാത്രയിലേക്ക് വന്നിട്ടുണ്ട്. പുതിയ പരിചയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് നിങ്ങൾ ഒരു സബ്ജക്റ്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ജേർണി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഒരു പുതിയ യാത്ര, എസ്പെഷ്യലി ഒരു ഹ്യൂജ് ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങൾ ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. ന്യൂ ബിഗിനിങ്, ട്രാവൽ ഇൻവോൾവ് ആവുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്, ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലി നിങ്ങൾക്ക് അങ്ങനെ ഫ്രീഡം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രീഡം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാനുള്ളൊരു കീ കിട്ടുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തൊരു കീ കളഞ്ഞു കിട്ടുന്നുണ്ട്, എന്തൊരു കാര്യം നിങ്ങൾക്ക് കളഞ്ഞു കിട്ടുന്നുണ്ട്. ഓക്കെ, കളഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ പുറത്ത് കളയാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലൊരു ഭാരമായിട്ട് നിന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ചില രഹസ്യങ്ങളൊക്കെ നിങ്ങളെ ബോധർ ചെയ്തിട്ടുള്ള, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ചില രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തെറ്റോ ശരിയോ ഒന്നും അറിയാതെ ഒരു ബേർഡൻ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങള്
ചില കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തെടുത്ത് കളയാൻ സാധിക്കുന്നുണ്ട്. അവർ ചില ആളുകൾ കാരണം നിങ്ങൾക്ക് അതുപോലെ സംഭവിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ എത്രയോ കാലങ്ങളായി വെച്ചിട്ടുള്ള ഒരു ഭാരം ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു ഭാരം നിങ്ങൾക്ക് ഇറക്കി വെക്കാനുള്ള അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിനുള്ളൊരു സഹായം അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഈ ഒരു ജേർണിയിൽ നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ കാണുന്ന നമ്മുടെ കൂടെയുള്ള ചുറ്റുപാടുള്ള സകല കാര്യത്തിനോട് ഒരു സിംപത്തറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ, ഒരു എംപത്തി ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ എമ്പതി ഇമോഷണൽ കാര്യങ്ങൾ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ എവിടെയാണോ നിങ്ങൾ ഇമോഷണലി സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ളത്, ഇമോഷണലി കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുള്ളതായിട്ട് നിന്നിട്ടുള്ളത്, ഓർ ഈവൻ നിങ്ങൾക്ക് ഇമോഷണലി ചിന്തിക്കേണ്ട ഒരു പ്ലേസിൽ പോലും നിങ്ങൾക്ക് ഇമോഷണലി ചിന്തിക്കാൻ സാധിക്കില്ല. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ സെൽഫ് ഫോക്കസ്ഡ് ആണ്. ഓക്കെ, നിങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. സോ അവിടെ നിങ്ങൾ പല പല മാറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ മേലുള്ള ഒരുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ചില ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇതുവരെ നിന്നിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾക്ക് മാറി നിൽക്കാൻ തോന്നുന്നതായിരിക്കാം. ചില യാത്രയുടെ ഭാഗമാവാൻ തോന്നുന്നതായിരിക്കാം, യാത്ര ചെയ്യുന്നതായിരിക്കാം, വീട് വിട്ട് മാറി നിൽക്കുന്നതായിരിക്കാം, കൺട്രി മാറി നിൽക്കുന്നതായിരിക്കാം, വേറെ പ്ലേസിൽ പോകുന്നതായിരിക്കാം, ഓർ വളരെ റെയർ ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള തോട്ട്സ്, അതിനെ പറ്റിയിട്ട് പഠിക്കുക, പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ, സ്പേസിനൊക്കെ പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി, ഓർ എന്തെങ്കിലുമൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റിലേക്കുള്ള ഒരു അത് കണക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് കണക്ട് ചെയ്യാനുള്ള ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ അവേക്കൻ ആയിട്ടുണ്ടായിരിക്കാം ചില കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാൻ. നമ്മുടെ ലൈഫിൽ എന്തെപ്പം ഓപ്പൺ ചെയ്യണമെന്നുള്ളത്, എന്തെപ്പം കണക്ട് ചെയ്യണമെന്നുള്ളത് ഡിവൈന് ഡെഫിനറ്റ്ലി അറിയാം. ഓക്കെ, നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവറിന് ഡെഫിനറ്റ്ലി അറിയാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് ഈ ഒരു മൊമെന്റിൽ പ്രിപ്പയർഡ് ആണ്. കാരണം നിങ്ങൾ വളരെ സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, പല കാര്യങ്ങളും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ടെംപ്റ്റേഷൻ, നിങ്ങളുടെ ഒരു അഡിക്ഷൻസ്, നിങ്ങളുടെ ഒരു ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ആൻഡ് മെയിൻലി നിങ്ങൾ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്ത് തുടങ്ങാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ അത് പല ആളുകൾക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നില്ല. നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോകുന്ന പല കാര്യത്തിലും നിങ്ങൾക്ക് ആരെയും ആഡ് ചെയ്യാൻ തോന്നില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ തോന്നില്ല. ഓക്കെ, കാരണം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു വേർഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചില ആളുകൾ നിങ്ങൾ മിഡ് ഏജ് ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ വിധിയാണെന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ തിരുത്തി എഴുതുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇമോഷണലി വിഡ്രോ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇമോഷണലി ചില പ്ലേസിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്? ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു കാര്യം കുറെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതാണ് നിങ്ങളുടെ ഒരു വേൾഡ്, അതാണ് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലെങ്കിൽ എന്തിന്റെയൊക്കെയോ പേരിൽ നിങ്ങൾ ചില കാര്യത്തിൽ ഇഷ്ടമുണ്ടായിട്ടോ ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കണം. സോ ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഒരുപാട് സ്ട്രൈക്ക് ചെയ്യുന്ന വേറെന്തോ ഒരു കാര്യം നിങ്ങൾ കാണാണ്, വേറെന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ലൈഫ് കാണിച്ചു തരികയാണ്, ഓർ ഡിവൈൻ, ഓർ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾ എന്താണ് ഇത്ര കാലമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അത് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ചില കണക്ഷൻസ് ആയിരിക്കാം. ചില കണക്ഷൻസ് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. ചില കണക്ഷൻസിന്റെ പേരിലൊക്കെ ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ആൻഡ് ഫൈനലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. എൻഡ് ഓഫ് ദി ഡേ, ലൈക്ക് യു നീഡ് ടു ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു റിയലൈസേഷൻ, ഒരു ഗ്രേറ്റ് റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ
ഒരു ലൈഫിന്റെ നിങ്ങളുടെ സോളിന്റെ ജേർണിയിൽ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്, കണ്ടുമുട്ടിയിട്ടുള്ള കണക്ഷൻസ് ആണ്. അതൊക്കെ ഒരു ഡിഫറെന്റ് ലെവലിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ചില കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ചില റിലേഷൻഷിപ്പ് പാറ്റേൺസ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് പല കാര്യങ്ങളും ലൈഫ് എക്സ്പീരിയൻസ് and what message that I'm getting for you is, നിങ്ങള് ഒരു ടൈമിൽ നിങ്ങളുടെ യാത്രയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ സോൾ ഫാമിലി എന്നൊക്കെ മീറ്റ് ചെയ്തിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം. സോൾ കണക്ഷൻ, ട്വിൻ ഫ്ലെയിം ആൻഡ് ഹൂ എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഒരു ജേർണിയുടെ ഒരു പേർപ്പസ് ആയിട്ട് നിന്നിട്ടുള്ള ചില ആളുകൾ. ഓക്കെ, സോ അവരോടൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൈ പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഹെൽത്തി ആയിട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മള് ബൈ പറഞ്ഞ പിന്നെ ഒരിക്കലും കാണില്ല എന്നുള്ളതല്ല. ഈ ഒരു ടൈമിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സെർവ് ചെയ്യേണ്ട പേർപ്പസ് അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആൻഡ് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾ ഹെൽത്തി ആയിട്ട് അത് ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ഹെൽത്തി ആയിട്ട് അത് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വിഷമവും ഇല്ലാതെ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ലൈഫിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്, പുതിയ കാര്യങ്ങളിലേക്ക് അൺലോക്ക് ചെയ്യാൻ നിങ്ങൾ വരുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങളുടെ ഡെസ്റ്റിനിയിലെ നിങ്ങളുടെ വിധിയാണെന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു സിറ്റുവേഷൻ, ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.